ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സൈലം പി എസ് സിയുടെ യൂട്യൂബ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ യൂട്യൂബിന്റെ കറണ്ട് അഫയേഴ്സ് സീരീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റാങ്കിങ് എന്ന് പറയപ്പെടുന്ന ടോപ്പിക്കാണ്. റാങ്കിങ് അഥവാ ഇൻഡെക്സ് എന്ന് പറയപ്പെടുന്ന ടോപ്പിക്ക് ഏതൊരു മത്സര പരീക്ഷയിലും ഉറപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതും ഉറപ്പായിട്ടും ഉദ്യോഗാർത്ഥികൾ സ്കിപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് പേര് പഠിക്കാൻ ബുദ്ധിമുട്ടേറിയ ഒരു പാഠഭാഗം കൂടിയിട്ടാണ് ഈ റാങ്കിങ്ങിനെ കാണുക. അതുകൊണ്ട് തന്നെ പലരും ഇത് പഠിക്കാനായിട്ട് മെനക്കെടാറില്ല. അപ്പൊ അത്തരത്തിലുള്ള ഈ ടോപ്പിക്കാണ്, റാങ്കിങ് മേക്കിംഗ് ആയിട്ടുള്ള ഈ ടോപ്പിക്കാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇന്ന് പഠിച്ചു പോകാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ഇപ്പൊ തന്നെ നമുക്ക് ഈ സെഷൻ കഴിയുമ്പോൾ തന്നെ നമ്മളിത് പഠിച്ച് സെറ്റാക്കാനായിട്ട് പറ്റും. നോക്കാം, നമുക്ക് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള, കുറെ വാരി വലിച്ചൊന്നും അല്ല നമ്മൾ പറയുന്നത്, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു 9 റാങ്കിങ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ്. 2 കൊല്ലത്തെ റാങ്കിങ് പഠിക്കണം. ഓക്കെ, ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് അഥവാ ആഗോള നൂതന ആശയ സൂചിക. ആഗോള നൂതന ആശയ സൂചിക 2024 ആഗോള നൂതന ആശയ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 39ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്താര സ്വിറ്റ്സർലാൻഡ്. 2023 40ാം സ്ഥാനത്ത്. അവിടെ 1ാം സ്ഥാനത്താര സ്വിറ്റ്സർലാൻഡ് തന്നെ. ഇങ്ങനെ പഠിക്കാം. ആശയങ്ങൾ പറയുന്ന കാര്യത്തിൽ നമ്മൾ മിടുക്കനാണല്ലേ, പ്രാവർത്തികമാക്കാനല്ല, ആശയങ്ങൾ പറയുന്ന കാര്യത്തിൽ നമ്മൾ മിടുക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഈ റാങ്കിൽ മാത്രമാണ്, ഈ ഒരൊറ്റ റാങ്കിൽ മാത്രമാണ് നമ്മുടെ റാങ്ക് 100-നകത്തുള്ള, ഈ ഒരൊറ്റ ഇൻഡെക്സിൽ മാത്രമാണ് നമ്മുടെ റാങ്ക് 100-നകത്തുള്ള. ബാക്കിയെല്ലാം 100-ന് വെളിയില്ല. ഈ ഒരൊറ്റ ഇൻഡെക്സ്, അതുകൊണ്ട് നമ്മൾ ആശയങ്ങൾ പറയാൻ നമ്മൾ മിടുക്കരാണ്, നടപ്പിലാക്കാനല്ല, പറയാൻ നമ്മൾ മിടുക്കരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റാങ്ക് 39-40 എന്ന് പഠിക്കാം. 39-40 എന്ന് പഠിക്കാം. സിമ്പിൾ ആയിട്ട് 39-40 എന്ന് പഠിക്കാം. നോക്കണേ, 39-40. 2023 നമുക്ക് 40ാം സ്ഥാനമായിരുന്നു. എന്നാൽ 2024 നമ്മൾ നില മെച്ചപ്പെടുത്തി, ഒരു സ്ഥാനം കയറി 39ാം സ്ഥാനം. പുറകിലാണെങ്കിൽ നമ്മൾ ഓരോ ഘട്ടത്തിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ നൂതന ആശയ സൂചി അഥവാ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് 39-40 എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? നമ്മളെക്കാൾ മിടുക്കരാണ് ആര്? സ്വിറ്റ്സർലാൻഡുകാർ. അവരാണ് 1ാം സ്ഥാനത്ത്. സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരാം. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ആഗോള വിശപ്പ് സൂചിക അഥവാ പട്ടിണി സൂചിക എന്നൊക്കെ പറയും. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. നോക്കണേ, വിശപ്പിന്റെ കാര്യത്തിൽ നമുക്ക് ഫാൻസി നമ്പറാ. നോക്കണേ, വിശപ്പിന്റെ കാര്യത്തിൽ നമുക്ക് ഫാൻസി നമ്പറാ 111. അപ്പൊ 111 കളക്ട് ചെയ്യാം. 105, 111, 105, 111. എടാ, 2023 നമ്മുടെ റാങ്ക് 111 ആയിരുന്നു, ഫാൻസി നമ്പർ ആയിരുന്നു. എന്നാൽ 2024 6 റാങ്ക് മുകളിലോട്ട് പോയി, 105ാം സ്ഥാനം. 2024 105ാം സ്ഥാനം. അപ്പൊ നമ്മൾ പുറകിലാണെങ്കിലും നമ്മൾ മെല്ലെ മുകളിലോട്ട് കയറി വരുന്നുണ്ടെന്ന് ഓർത്തോണം. അപ്പോൾ വിശപ്പിന്റെ കാര്യത്തിൽ നമുക്ക് ഫാൻസി നമ്പർ ആയിരുന്നു. 2023 നമുക്ക് ഫാൻസി നമ്പർ ആയിരുന്നു. ഇപ്പോ അപ്പൊ 111, മുകളിൽ ഒരു 6 റാങ്ക് കയറി 105ാമത്. അപ്പൊ 105, 111. ഇവിടെ എന്തുകൊണ്ട് ഞാൻ 1ാം സ്ഥാനം പറഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1ൽ കൂടുതൽ രാജ്യങ്ങൾ 1ാം സ്ഥാനത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയത്. അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് 111, 105, 105, 111. 105 2024 ലേറ്റസ്റ്റ് 105. 2023 111ാം സ്ഥാനത്താണെന്ന് ഓർത്ത് വെക്കാം. ക്ലിയർ ആണല്ലോ? ആ 2 ഇൻഡെക്സ് ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോവാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ മാനവ വികസന സൂചിക. നോക്കണേ, മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2023-24 ലേറ്റസ്റ്റ് കണക്ക് 2023-24. ഇങ്ങനെ പഠിക്കാം. നമ്മുടെ റാങ്ക് 134. നമ്മുടെ റാങ്ക് 134. ഇങ്ങനെ ഓർത്ത് വെക്കാം. മാനവ വികസനമാണല്ലേ, വികസിക്കുകയാണ്, മനുഷ്യൻ വികസിക്കുകയാണ്. 1ൽ നിന്ന് 3ലേക്കും 3ൽ നിന്ന് 4ലേക്കും വികസിക്കുന്നു പഠിക്കാം. 1ൽ നിന്ന് 3ലേക്കും 3ൽ നിന്ന് 4ലേക്കും വികസിക്കുന്നു പഠിക്കാം. അപ്പൊ 134. 1ൽ നിന്ന് 3ലേക്കും 3ൽ നിന്ന് 4ലേക്കും വികസിക്കുന്നു എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ അല്ലേ? അവിടെ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഏത് രാജ്യമാ? അത് സ്വിറ്റ്സർലാൻഡ് ആണ്. അത് സ്വിറ്റ്സർലാൻഡ് ആണെന്ന കാര്യം ഓർത്ത് വെക്കാം. അപ്പൊ 3 ഇൻഡെക്സ് പഠിച്ചു, 3 പഠിച്ചു. ഓക്കെ ആണല്ലോ? ദെൻ അങ്ങനെയെങ്കിൽ 4ാമത്തെ ഇൻഡെക്സിലോട്ട് പോകാം. ഗ്ലോബൽ പീസ് ഇൻഡെക്സ്, ആഗോള സമാധാന സൂചിക. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് അഥവാ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? നോക്കണേ, സമാധാനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ 2 സംഖ്യ ഓർമ്മ ഓർണം. 116, 126, 116, 126, 116, 126.
2023 നമ്മുടെ റാങ്ക് 126 ആയിരുന്നു. എന്നാൽ 2024 നമ്മൾ നില മെച്ചപ്പെടുത്തി 116. അപ്പൊ 116, 126. നോക്കണേ, ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? ഐസ്ലാൻഡ്. ഐസ്ലാൻഡ് ഈസ് ഈക്വൽ ടു പീസ് ലാൻഡ് എന്ന് പഠിക്കാം. ഐസ്ലാൻഡ് ഈസ് ഈക്വൽ ടു പീസ് ലാൻഡ് എന്ന് പഠിക്കാം. ഐസ്ലാൻഡ് ഈസ് ഈക്വൽ ടു പീസ് ലാൻഡ് എന്ന് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പോ സമാധാനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ രണ്ട് സംഖ്യ ഓർമ്മ 116, 126. ഇവിടെ നമ്മൾ പുറകിലാണെങ്കിലും നമ്മൾ മെല്ലെ മെല്ലെ കയറി വരുന്നുണ്ട്. ഓരോ വർഷം കൂടുമ്പോഴും പുരോഗമനം ഉണ്ട് നമുക്ക്, ഇല്ലേ? 116, 126. അപ്പൊ 2023 126 സ്ഥാനമായിരുന്നു. 2024 നില മെച്ചപ്പെടുത്തി 116 സ്ഥാനത്ത്. ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം അത് ഐസ്ലാൻഡ് ആണെന്ന കാര്യം ഓർക്കാം. ഐസ്ലാൻഡ് ഈസ് ഈക്വൽ ടു പീസ് ലാൻഡ്. സെറ്റ്. അടുത്തിലോട്ട് പോകുന്നു. പ്രസ് ഫ്രീഡം ഇൻഡെക്സ്, ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക അഥവാ പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. എടാ, മാധ്യമ സ്വാതന്ത്ര്യം ഈ ഒരൊറ്റ ഇൻഡെക്സിൽ മാത്രമാണ് നമ്മുടെ റാങ്ക് 150 വെളിയിൽ പോയത്. ഈ ഒരൊറ്റ റാങ്കിൽ മാത്രമാണ് നമ്മുടെ റാങ്ക് 150 വെളിയിൽ പോയത്. ബാക്കി എല്ലാത്തിലും 100-നും 150-നും ഇടയ്ക്കുണ്ട്. പക്ഷെ 150 വെളിയിൽ പോയ ഒരൊറ്റ റാങ്കിങ്ങേ ഉള്ളൂ. അത് ഈ പറയപ്പെടുന്ന ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക അഥവാ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിലാണെന്ന കാര്യം ഓർക്കാം. നമുക്ക് നോക്കണേ, 159, 159, 161, 159, 161. നോക്കണേ, 159, 161. അപ്പൊ ഫസ്റ്റ് പോയിന്റ് പഠിക്കേണ്ടത് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ റാങ്ക് 150-നും വെളിയിലാണെന്ന് പഠിക്കാം. 159, 161. 2023 നമുക്ക് 161 സ്ഥാനമായിരുന്നു. എന്നാൽ 2024 2 സ്ഥാനം മെച്ചപ്പെടുത്തി 159 എന്ന കാര്യം ഓർക്കാം. ഇവിടെ നമ്മൾ പുറകിലാണെങ്കിലും കയറി വരുന്നുണ്ട്, അല്ലേ? അപ്പൊ 159, 161. അവിടെ ഒന്നാം സ്ഥാനം മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് നോർവേ ആണ്. അപ്പൊ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം എന്ന് വെച്ചാൽ പറഞ്ഞ ഏതാണ്? അത് നോർവേ ആണെന്ന കാര്യം ഓർത്തു വെക്കാം. സെറ്റാണ്, ഓക്കെ ആണ്. അടുത്തതിലോട്ട് പോകുന്നു. യെസ്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്, സന്തോഷ സൂചിക. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് അഥവാ ലോക സന്തോഷ സൂചിക. ലോക സന്തോഷ സൂചികയില് 2023-ലും 2024-ലും നമ്മുടെ റാങ്ക് സെയിമാ, 126. 2023-ലും 2024-ലും നമ്മുടെ റാങ്ക് സെയിം ആണ്. എത്രയാ? 126 126. ഇങ്ങനെ പഠിക്കാം. നമ്മുടെ സന്തോഷം 2023-ലും 2024-ലും നമ്മുടെ സന്തോഷം കൂടിയിട്ടുമില്ല, നമ്മുടെ സന്തോഷം കുറഞ്ഞിട്ടുമില്ല, സ്ഥായിയായിട്ട് നിൽക്കുകയാണ്. ആ റാങ്ക് ആണ് 126. നമ്മുടെ സന്തോഷം കൂടിയിട്ടുമില്ല, നമ്മുടെ സന്തോഷം കുറഞ്ഞിട്ടില്ല, സ്ഥായിയായിട്ട് നിൽക്കുകയാണ് 126. അങ്ങനെയെങ്കിൽ സന്തോഷം കൂടിയ രാജ്യമേത് ചോദിച്ചതാണ്. ഒരു 6 മാസത്തിനുള്ളിൽ നടന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ് സന്തോഷം കൂടിയ രാജ്യമേത് എന്ന് ചോദിച്ചാൽ പറയണത് ഫിൻലാൻഡ്. അപ്പൊ സന്തോഷം കൂടിയ രാജ്യം എന്ന് വെച്ചാൽ പറഞ്ഞ ഏതാണ്? അത് ഫിൻലാൻഡ് ആണെന്ന കാര്യം എന്ത് ചെയ്യാം? ഓർത്തു വെക്കാം. സെറ്റ്. അടുത്തതിലോട്ട് പോകുന്നു. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് അഥവാ ലിംഗസമത്വ സൂചിക. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് അഥവാ ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നാണ് ചോദ്യം. എടാ, ഈ ഇൻഡെക്സിൽ എല്ലാ ഇൻഡെക്സിലും നമ്മൾ കയറി വരുന്നുണ്ട്. ഈ ഒരൊറ്റ ഇൻഡെക്സിൽ മാത്രമാണ് നമ്മുടെ റാങ്ക് താപ്പോട്ട് പോകുന്നത്, താഴോട്ട് പോകുന്നത്. നോക്കണേ, 129, 127, 129, 127. നോക്കണേ, എടാ 2023-ൽ നമുക്ക് 127 സ്ഥാനമായിരുന്നു. എന്നാൽ 2024 2 സ്ഥാനം നമ്മൾ പുറകിലോട്ട് പോയി, 129. അപ്പൊ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 2024 129, 2023 127 ആണ്. എന്നാൽ 2024 129 ആണെന്ന കാര്യം ഓർത്തു വെക്കാം. അവിടെ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? ഐസ്ലാൻഡ്. ശ്രദ്ധിക്കണേ, രണ്ടിടത്തും ഒന്നാം സ്ഥാനത്ത് ആരാ? ഐസ്ലാൻഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു സമാധാനം കൂടിയ രാജ്യമല്ലേ ഐസ്ലാൻഡ്. അതെ, ഐസ്ലാൻഡ് ഈസ് ഈക്വൽ ടു പീസ് ലാൻഡ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഐസ്ലാൻഡ് ഈസ് ഈക്വൽ ടു പീസ് ലാൻഡ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ശരിയല്ലേ? ഐസ്ലാൻഡ് ഈസ് ഈക്വൽ ടു പീസ് ലാൻഡ്. ഒന്ന് കണക്ട് ചെയ്യാം. എടാ, ഐസ്ലാൻഡിൽ ലിംഗസമത്വം ഉണ്ട്, അതുകൊണ്ട് അവിടെ സമാധാനം ഉണ്ട്. ഇവിടെ ലിംഗസമത്വം ഇല്ല ഇന്ത്യയിൽ, അതുകൊണ്ട് സമാധാനം ഇല്ല എന്ന് ഓർത്ത് വെച്ചോണം. അപ്പോൾ ലിംഗസമത്വം ഐസ്ലാൻഡിൽ കൂടുതലാണ്, അതുകൊണ്ട് അവിടെ സമാധാനവും കൂടുതലാണ് എന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ്, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്, തീവ്രവാദ അല്ലെങ്കിൽ ഭീകരവാദ സൂചിക. ആഗോള ഭീകരവാദ സൂചിക അഥവാ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ
ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നാണ് ചോദ്യം. ടെററിസം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നോക്കണേ 14-13. 14-13 എന്ന് പഠിക്കാം. 14-13 നോക്കി. 2021 സിമ്പിൾ ആയിട്ട് പഠിക്കാം. 2023 13, 2024 14 ഓർത്ത് വെക്കാം. 14-13. 2023 13, 2024 14 എന്നങ്ങ് ഓർത്ത് വെക്കാം. സിമ്പിൾ ആണ്. അവിടെ 2024 ഒന്നാം സ്ഥാനത്ത് ആരാ? അഫ്ഗാനിസ്ഥാൻ. എന്നാൽ 2023 അത് ബുർക്കിന ഫാസോ. ബുർക്കിന ഫാസോ എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ ആഫ്രിക്കൻ രാജ്യമാണ്. വെസ്റ്റേൺ ആഫ്രിക്കൻ രാജ്യമാണ് ബുർക്കിന ഫാസോ. അവിടെ ഒരു പോയിന്റ് കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്നറിയോ? അതായത് ഈ പറയുന്ന ആഗോള ഭീകരവാദ സൂചികയിൽ സാധാരണഗതിയിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ ഇറാഖ്. അഫ്ഗാനിസ്ഥാൻ ഓർ ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ ഇറാഖ്, ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ഒന്നാം സ്ഥാനത്ത് എപ്പോഴും വരിക. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് അഫ്ഗാനിസ്ഥാനോ ഇറാഖോ അല്ലാതെ മറ്റൊരു രാജ്യം വരുന്നു. അത് 2023 ആ രാജ്യത്തിന്റെ പേരാണടാ ബുർക്കിന ഫാസോ. ഓക്കെ അല്ലേ? അപ്പൊ ഭീകരവാദ സൂചിക പറഞ്ഞേ 14-13. 2023 14, 2023 13 ഓർത്തോണേ. Then the last one, physical health index. ചരിത്രത്തിൽ ആദ്യമായി നീതി ആയോഗ് ചരിത്രത്തിൽ ആദ്യമായി ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ്, അതായത് ഫിസിക്കൽ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ എന്താ പറയാ ഫിനാൻഷ്യൽ ഇതുമായി ബന്ധപ്പെട്ട ധനകാര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ നീതി ആയോഗിന്റെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ആദ്യമായിട്ട് പുറത്തു വരുന്നു. കഴിഞ്ഞ ജനുവരി മാസം പുറത്തുവിടുന്നു. ആ റിപ്പോർട്ടിൽ നീതി ആയോഗിന്റെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഒഡീഷയാണ്. ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം അത് ഒഡീഷയാണ്. രണ്ടാം സ്ഥാനത്ത് ഛത്തീസ്ഗഡ് ആണ്. മൂന്നാം സ്ഥാനത്ത് ഗോവയാണ്. അപ്പോ ഈ പറയുന്ന നീതി ആയോഗിന്റെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2025 പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ളത് ഒഡീഷയാണ്, രണ്ടാം സ്ഥാനത്തുള്ളത് ഛത്തീസ്ഗഡ് ആണ്, മൂന്നാം സ്ഥാനത്തുള്ളത് ഗോവയാണെന്ന കാര്യം ഓർത്തു വെക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറെ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു വെച്ചു. വളരെ പ്രധാനപ്പെട്ട സ്ഥിരം ചോദിക്കുന്ന ഒരു 9 എണ്ണം നമ്മൾ ജസ്റ്റ് ഒരു കോഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു പഠിച്ചവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ആണ്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഇൻഡെക്സ് എന്ന് പറയപ്പെടുന്ന ഏരിയ അല്ലെങ്കിൽ റാങ്കിങ് എന്ന് പറയപ്പെടുന്ന ഏരിയ വളരെ കൃത്യമായി നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു കണ്ടന്റുമായി നമുക്ക് ഇനിയൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടും വരെ താങ്ക് യു വെരി മച്ച്.